രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിൽ നടത്തുന്ന ഒരു ഫോൺ സംഭാഷണം ശരിക്കും സ്വകാര്യമാണല്ലോ അല്ലേ? ഫോണിൽ കൂടെ നമ്മൾ ഒരാളെ വിളിക്കുന്നത് സ്വകാര്യമായിട്ടാണ്. അല്ലെങ്കിൽ നേരിട്ട് കണ്ട് 10 പേര് നിൽക്കുമ്പോൾ പറഞ്ഞാൽ മതിയെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ ഒരാൾ ഫോണിൽ വിളിച്ച് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്വേതാ മേനോൻ അത് പബ്ലിക്കാക്കി മീഡിയാസിനൊക്കെ കൊടുത്തു. അത് നമ്മളൊക്കെ വളരെ വൃത്തിക്ക് കേട്ടു അല്ലേ? അതിലെല്ലാവർക്കും പല പല അഭിപ്രായങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പിഷാരടിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഇവരൊക്കെ സിനിമാക്കാരാണ്. ഇവരൊക്കെ പല വിധത്തിലുള്ള ജോക്കുകളൊക്കെ പറയും. ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ പലതരത്തിലും ചിലപ്പോൾ ജോക്ക് പറയുമായിരിക്കും അല്ലെ, തമാശ രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്വേത എന്ന് പറയുന്ന പുള്ളിക്കാരി വളരെ പർപ്പസ്ഫുള്ളി ചെയ്താകാനാണ് സാധ്യത. കാരണം ശ്വേത വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. അവരോട് എന്ത് തമാശയൊക്കെ പറയുന്ന ഒരു ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ പിഷാരടിയോടൊക്കെ നല്ല രീതിയിലൊക്കെ തമാശ പറയുന്ന ആളായിരിക്കും. ഈ സ്ത്രീ ഇത് റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഈ സ്ത്രീക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തിരിച്ച് ഒന്നും മിണ്ടാതെ എൻ്റെ ഹസ്ബൻഡ് വരുമോ അതുകൊണ്ട് അങ്ങനെയൊക്കെ രീതിയിൽ ഒഴുക്കം മട്ടി സംഗതി പറഞ്ഞു പോവാണ്. പക്ഷേ പിഷാരടി ആട്ടെ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുമെന്നോ അല്ലെ നാളെ ഇത് 10 പേര് കേൾക്കുമെന്നൊന്നും പുള്ളി വിചാരിക്കുന്നില്ല. നോർമലി എല്ലാവരും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പോലെ തന്നെ പുള്ളി വളരെ ജെന്യുവനായിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അത് ഞാൻ അയാളുടെ രാഷ്ട്രീയം വെച്ചിട്ടോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ നിലയിൽ ഇവരൊക്കെ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അത് അങ്ങനെ പറയുന്നത് അത്ര നല്ലതാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഫ്രണ്ട്സൊക്കെ പല ജോക്കും പറയാറുണ്ടല്ലേ. ആരും അത്ര മാന്യരൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒക്കെ ഇതൊക്കെ പറയുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇനിയും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരാളെ സഹായിക്കാനോ അല്ലെ വേറൊരാളെ സഹായിക്കാൻ വേണ്ടി ഒരാളെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയൊക്കെ വിളിക്കുന്നതായിരിക്കും. പക്ഷേ അത് നമുക്ക് പാരയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. ചിലപ്പോൾ നമുക്കിട്ട് എപ്പോൾ പണി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല.